അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ സോളിഡ്സ് എൻ്റെ കുട്ടിക്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നേന്ത്രപ്പഴം സ്റ്റീം ചെയ്ത് കുറച്ച് മാഷ് ചെയ്ത് കുട്ടിക്ക് ആദ്യമായിട്ട് ട്രൈ ചെയ്തു. എന്തോ കാരണം കൊണ്ട് അതെൻ്റെ മോന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. പുള്ളി ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയി. 2-3 പ്രാവശ്യം വോമിറ്റ് ചെയ്ത് ജനറലി ഞാൻ കുറച്ചുകൂടെ കാം ആൻഡ് കമ്പോസ്ഡ് ആണ്. ബട്ട് 2-3 പ്രാവശ്യം വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നോക്കിയപ്പോൾ പുള്ളി ഫീഡ് ചെയ്യുന്നില്ല. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഫീഡ് എടുക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് വോമിറ്റ് ചെയ്താലും കുഴപ്പമില്ല, അവർക്ക് ആവശ്യമുള്ള നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് എനിക്കറിയാം. എന്ത് തന്നെ ട്രൈ ചെയ്തിട്ടും ഭയങ്കര സാഡായി, ഭയങ്കര ഡള്ളായിട്ട് ഇന്നാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. വീക്കാണ്, പക്ഷെ എന്റെ കയ്യിൽ അങ്ങ് തളർന്ന് എക്സോസ്റ്റഡ് ആയി കിടക്കുകയായിരുന്നു. പിന്നെ പുള്ളിക്ക് വയ്യ, ഒരുപാട് വോമിറ്റ് ചെയ്ത് വീക്കാ, പക്ഷെ പാല് വെള്ളം കുടിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ എന്റെ മോളും മുതൽ ബ്രസ്റ്റ് മിൽക്കിന് ദുദ്ദു എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് എന്റെ മോനും കേട്ട് പഠിക്കാൻ നോക്കുന്നത്. അപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് പുള്ളി ദദ്ദ 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 എന്ന് പറയും. അപ്പൊ എന്നെ എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്ക് സാധാരണ ദദ്ദ 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 എന്ന് പറയുന്ന ആളാണ്. സഡൻലി വൺ ഫൈൻ ഡേ ഞാൻ എത്ര തന്നെ ട്രൈ ചെയ്തിട്ടും പുള്ളി കുടിക്കാത്തത് കണ്ടപ്പം നോർമലി ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഞാൻ സ്ട്രോങ് ആണ് ആ മൊമെന്റിൽ. എന്നിട്ടും എന്റെ കണ്ണീരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ തന്നെ എനിക്ക് കോരിത്തരിക്കുന്നു. എനിക്കെന്നെ സങ്കടം വന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്ത് തന്നെ ചെയ്തിട്ടും കുടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എനിക്കങ്ങ് വിഷമമായി, ഭയങ്കര ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആയി തോന്നി. അപ്പം ഹസ്ബൻഡ് സാധാരണ ഇന്നിലൂടെയാണ് പുള്ളിക്ക് സ്ട്രെങ്ത് കിട്ടുന്നത്. ഞാൻ വീക്കായി കണ്ടപ്പം പുള്ളിയും പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം, അത് ഡീഹൈഡ്രേറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു ഹി സീം ഫൈൻ. ഇവിടെ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുൾ നൈറ്റ് നമ്മുടെ കുട്ടി നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് ഉറക്കം ഇല്ലാതാക്കി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടാവും. ബട്ട് ആ ഒരു മൊമെന്റിൽ കുട്ടി കുടിക്കാതായപ്പോൾ നമുക്ക് തോന്നിയ വിഷമം ഉണ്ടല്ലോ, ദാറ്റ് ഇസ് റിയാലിറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തന്നെ അവർ കാണിച്ചാലും ചെയ്താലും എല്ലാം അബവ് ഓൾ നമുക്ക് അവരോടുള്ള ആ ഒരു സ്നേഹം നമുക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പൊ എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളിത് മാത്രം ആലോചിച്ചാൽ മതി, ഇവര് നമ്മുടെ ആണല്ലോ, നമുക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ആളുമായിരിക്കാം. അപ്പൊ അങ്ങനത്തെ അവരോട് തന്നെ നമ്മൾ കിടന്ന് ചൂടാവുക, അവരെ ഹിറ്റ് ചെയ്യാൻ നോക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് അൺഫെയർ ആ ശരിക്കും അതല്ലേ. അപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ സോളിഡ്സ്